ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുള്ള വീഡിയോൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ അമർത്തിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് ഇത് പാർട്ട് 2 എന്ത് വീഡിയോ ആണെന്ന് അറിയില്ലല്ലോ അല്ലേ. അപ്പം അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നും സൗദിയിൽ എത്തിയിട്ടുണ്ട്. സൗദിയിൽ നമ്മൾ തായ്ഫിലാണ് താമസിക്കുന്നത്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നമ്മുടെ റൂം എന്ന് പറയുന്നത് സൂക്കിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാനായിട്ട് പറ്റും. എൻ്റെ കയ്യിൽ നിറച്ചു സാധനമാണ് ഇവിടെ വന്നത്. മാഷാ അല്ലാ ഒരുപാട് സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി പോരാനായിട്ടുണ്ട് റൂമിലേക്ക് എത്താൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിൽ നിറയെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് മാക്സിമം ഞങ്ങളെല്ലാവരും കയറി പോന്നിട്ടുള്ളത്. മുകളിലെത്തുമ്പോഴേക്കും ഒരു വിധമാവും. പിന്നെ അതാ ഞങ്ങൾ വൈകുന്നേരം ഇന്നിപ്പം നോമ്പ് തുറക്കാനായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കുറച്ച് പൊറോട്ടയും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ബോട്ടിയും ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. യാത്ര കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ജസ്റ്റ് കിടക്കുകയാണല്ലോ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കിടന്നിട്ടുണ്ട് ഞങ്ങൾ. അതിനുശേഷം പിന്നെ ഞങ്ങൾ എന്താ പറയുക, നോമ്പ് തുറക്കലും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പെട്ടി പൊട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലും കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റി വെക്കാനായിട്ടുണ്ട്. പിന്നെ അധികം തിരക്കൊന്നുമില്ല, നമുക്കിത് പൊട്ടിച്ചെടുക്കുക. എന്താണെന്ന് വെച്ചാൽ കേട് വന്ന് പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. ഇവിടെ നല്ല കാലാവസ്ഥ അതിനെക്കൊണ്ട് അങ്ങനത്തെ പിന്നെ സാധനങ്ങളൊന്നും ചീത്തയായി പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ കുറച്ച് ബീഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ എടുക്കുന്ന നേരം നമുക്ക് അത്യാവശ്യം ഒരു നല്ല തണുപ്പോട് കൂടിയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് അവിടെ നിന്ന് നല്ലതുപോലെ ഐസാക്കിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തിയപ്പോഴും നല്ല കാലാവസ്ഥ അതിനെക്കൊണ്ട് തന്നെ ഇത് നല്ല തണുപ്പോട് കൂടിയിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്നും ചീത്തയായി പോയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ എടുത്തിട്ട് നേരെ ഫ്രീസറിലേക്ക് വെക്കുകയാണ് ചെയ്തത്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിങ്ങനെ ചൂടാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നാട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് പത്തിരിപ്പൊടി, പിന്നെ അതുപോലെ ബീഫ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ അങ്ങനെ കുറച്ച് അധികം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് പറയാൻ എനിക്ക് കിട്ടുന്നില്ല. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ലേ, അളിയൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്കൊരു സാധനം തന്നിട്ടുണ്ടെന്ന്. ഇതാണ് ആ സാധനം കേട്ടോ. മാഷാ അല്ലാ ഒരുപാട് മുരിങ്ങാക്കായ് നമുക്ക് തന്നിട്ടുണ്ട്. അളിയൻ അവിടെ നട്ട് പിടിപ്പിച്ചിട്ടുള്ള മരത്തിലുണ്ടായിട്ടുള്ള കായ്കളാണ് കേട്ടോ. അപ്പം അതാണ് ആ ഒരു മുരിങ്ങാക്കായ്കളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ നല്ലതുപോലെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ചെറിയൊരു കഷ്ണം ചക്കയാണ് ഇത് കേട്ടോ. അപ്പം ചക്ക മൂത്ത് വരുന്നേ ഉള്ളൂ നാട്ടിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ചക്ക പഴുക്കാനൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വേഗത്തിൽ അങ്ങനെ പുഴുങ്ങിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അബിക്കാക്ക് അത്രയ്ക്കും ആഗ്രഹിച്ച് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് പിന്നെ ഇവിടെ എത്തിയിട്ട് പിന്നെ ചീത്തയായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്ന അന്ന് തന്നെ രാത്രി ഞാനിതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് വേഗം എന്താ പറയുക, നമ്മൾ ഉപ്പേരി പോലെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഉപ്പേരി ആണെങ്കിലും പൊങ്ങിയ രൂപത്തിലാണ് ആയി വരിക കേട്ടോ. ചക്ക മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സീസണിൽ നമുക്ക് കഴിക്കാൻ തോന്നുന്നൊരു സംഭവമാണല്ലോ അല്ലേ. ഇപ്പോൾ പ്രവാസികളായവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്തായാലും ചക്കക്കും മാങ്ങക്കൊക്കെ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക പൂതി വരും. അപ്പോൾ നാട്ടിൽ ആ സീസൺ സമയത്താണ് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചക്ക മാങ്ങ ഒക്കെ ആണല്ലോ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യുക. ഇപ്പം ഞങ്ങൾ പോരുന്ന സമയത്ത് എല്ലായിടത്തും ചക്ക ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ മാക്സിമം മൂത്ത് വരുന്നേ ഉള്ളൂ ഈ ഒരു ചക്ക. നമ്മൾ പഴുപ്പിക്കാനാണ് മാക്സിമം കൊണ്ടുവരാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അതിനുള്ളൊരു മൂപ്പ് ആവാത്തത് കാരണം ഞാനിത് ഉപ്പേരിയാണ് വെക്കുന്നത് കേട്ടോ. ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നല്ലേ. എല്ലാ നാട്ടിലൊന്നും ഉപ്പേരി ഒന്നും ഉണ്ടാക്കാറില്ല ഈ ഒരു ചക്കനെ കൊണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കണം ചക്ക ഉപ്പേരി വെക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കുറേ മുന്നട്ടോ. അപ്പോൾ ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും ചെറിയ ഉള്ളിയും വറ്റൽ മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ ചക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ചക്ക വേവാൻ ആവശ്യമായിട്ടുള്ള പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, അടച്ച് വെക്കുക.
അതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മൾ വെന്തിക്കെങ്കിൽ നമ്മളിത് തീ എന്താ പറയുക ഓഫാക്കി നമ്മൾ കഴിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചക്ക ഉപ്പേരി ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെ തന്നെ ചക്കൻ്റെ ചെമണി കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞു തരിക എന്നുള്ളത്. അതൊന്നും കാണിക്കാനിപ്പോൾ ഞാൻ ഇതിൻ്റെ ചക്കൻ്റെ ചെമണിയൊന്നും എടുക്കുന്നില്ല, അതിനൊന്നും ടൈമില്ല കേട്ടോ. നമ്മൾ എന്തായാലും വന്നിട്ട് ക്ഷീണിച്ചതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ ചക്ക ചീത്തയായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, ആഗ്രഹിച്ച് കിട്ടിയതല്ല എന്ന് വിചാരിച്ചിട്ട് അത് അബിക്കാക്ക് വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനായിട്ട് നിന്നിട്ടുള്ളതാണ്. പിന്നെ ചക്കയിലേക്ക് നമ്മൾ എന്താ പറയുക നല്ല ബോട്ടി ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് എന്താ പറയുക നമ്മുടെ ബോട്ടി ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് സവാളയും ഒരു തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് എന്താ പറയുക മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ബോട്ടി വേവിച്ചെടുത്തപ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ച് കൊണ്ടുവന്നിട്ടുള്ള ബോട്ടിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ. പിന്നെ എരി കുറവാണെന്നുണ്ടെങ്കിലും നമ്മൾ കുരുമുളക് പൊടി എത്ര ചേർത്ത് കൊടുത്താലും ബോട്ടിക്ക് ടേസ്റ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബോട്ടി എന്ന് പറയുമ്പോൾ പല തരത്തിലും വെക്കുന്ന സംഭവമാണല്ലോ അല്ലേ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ വേറൊരു മെത്തേഡിലാണ് വെക്കാറുള്ളത്. ഇത് അബീക്കാൻ്റെ വീട്ടിൽ ഞങ്ങൾ വെക്കുന്ന വേറൊരു ഇതിലാണ് കേട്ടോ. അപ്പം എന്തായാലും നല്ല ടേസ്റ്റാണ്. അപ്പം ഞങ്ങൾ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ തന്ന് വിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കയ്യിൽ ബോട്ടി ഇട്ടോ. അപ്പോൾ അത് ബീഫൊക്കെ വരട്ടും പോലെ തന്നെയാണ് വരട്ടിയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് കൊണ്ടുവന്നാൽ പിന്നെ നമുക്ക് ക്ഷീണിച്ച് റൂമിലൊക്കെ എത്തുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചൂടാക്കി എടുത്ത് കഴിക്കാനൊക്കെ പറ്റില്ല. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടി പണിയൊക്കെ എടുക്കണം. ഇതാണ് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ബോട്ടി കേട്ടോ. അപ്പോൾ ഇതെല്ലാ പണികളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുത്ത് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിച്ചതില്ല കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള കുരുമുളക് ഞാൻ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഇതിലേക്ക് എന്താ പറയുക കുറച്ച് ചെറിയ ജീരകവും കൂടി ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കുരുമുളക് പൊടി വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അതേ ജാറിൽ തന്നെ പൊടിച്ചെടുക്കുകയാണ് ഈ ചെറിയ ജീരകം ചൂടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി പാകത്തിനുള്ള കുരുമുളക് പൊടിയും ഈ ചെറിയ ജീരകവും കൂടി നമ്മുടെ ബോട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി നമുക്ക് എന്താ പറയുക കഴിക്കാനായിട്ട് പോവാം. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ബീഫൊക്കെ വരട്ടും പോലെ ഉണ്ടാക്കിയിട്ട് ചെറിയ ജീരകവും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പല മെത്തേഡിലും പല ഇതിലുമാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. എങ്ങനെയായാലും അടിപൊളി ടേസ്റ്റാണല്ലോ ഈ സംഭവം അല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നാട്ടിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതെന്നൊക്കെ കാണിച്ച് തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഒരു പെട്ടിയിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ കഴിച്ചത് കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റിയിട്ടില്ല, സോറി. അപ്പം നെക്സ്റ്റ് പെട്ടിയിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് സാധനങ്ങളൊക്കെയാണുള്ള പൊടികൾ, വെളിച്ചെണ്ണ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൂക്കിലേക്കൊന്ന് ഇറങ്ങുന്നുണ്ട്. വന്നാൽ പിന്നെ നമ്മളെ ഒരു ആകെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പെട്ടെന്ന് തന്നെ ഓടിപ്പോവുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും സിനിക്കുട്ടിയും കൂടി സൂക്കിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ ഇനി കുറച്ച് വിശേഷങ്ങളൊക്കെ സൂക്കിലുള്ളത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇവിടെ റമദാനായ പിന്നെ ഇങ്ങനെ തന്നെയാണ്, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ബഹളവും നല്ല രസമുള്ളൊരു സമയമാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം വീഡിയോ ഒന്നും ഞാൻ ഇന്ന് എടുത്തിട്ടില്ല. കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് എത്തിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത് തന്നെ മറ്റൊരു വീഡിയോയിൽ കുറച്ചധികം വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.